ഇവിടെ 50 പുഷപ്പ്. ആന വരുന്നത് ഓടിക്കോ. ഇത് മഴ പോയിട്ട് ഒന്നുമില്ല, നേരത്തെ വന്ന മഴത്തുള്ളി പറ്റിച്ചതാ. അതെ, ആന വന്നിട്ടാണ് ഞങ്ങൾ ഈ യാത്ര തുടങ്ങിയത്. ഈ ആനവണ്ടിയിലാണ് ഞങ്ങളുടെ യാത്ര. ഒരു KSRTC ബസ്സിലൊക്കെ യാത്ര ചെയ്താൽ നിങ്ങൾക്ക് കാഴ്ചകളൊക്കെ ആസ്വദിക്കാൻ പറ്റുമോ? പറ്റും, ഉറപ്പായിട്ടും പറ്റും. അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഈ പാട്ട്. ഇത് ഞങ്ങൾ ചായ കുടിക്കാൻ നിർത്തിയ സ്പോട്ടാണ്. ഒരു ചായയൊക്കെ കുടിച്ച് അവിടെ നിന്നിരുന്ന മച്ചാന്മാർക്ക് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കൊടുത്ത്, നമ്മളോട് ബസ്സിലുണ്ടായിരുന്നവരാണ് കേട്ടോ. അങ്ങനെ ചായയൊക്കെ കുടിച്ച് കുറച്ച് ആഗോള താപനത്തെക്കുറിച്ചുള്ള സംസാരങ്ങളൊക്കെ കഴിഞ്ഞ് ഇതാണ് ഞങ്ങൾ. ഇവിടാണ് ഹരി ഞാനിവിടെ ആദ്യം വരുമ്പം അവിടെ ഞാൻ ഫോട്ടോ എടുക്കും. ഞങ്ങൾ പോയത് ഏകദേശം ഒരു 4 മണിയൊക്കെ കഴിഞ്ഞായിരുന്നു. ലാസ്റ്റ് ബസ്സായിരുന്നു പൊന്മുടിയിലേക്ക്. ഈ വ്യൂ പോയിന്റുകളെ പറ്റി എല്ലാം ഈ ഡ്രൈവർക്കും കണ്ടക്ടർക്കും എല്ലാം നല്ല വൃത്തിയായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ഇവർ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നാണ് മുമ്പോട്ട് പോകുന്നത്. ഇതെന്തോ സൂചിപ്പാറ എന്ന പേരുള്ളൊരു വ്യൂ പോയിന്റിനടുത്തായിരുന്നു എത്തിയത്. അപ്പം ഞാനിത് ചോദിച്ചപ്പം ആ കണ്ടക്ടർ ഒരു മടിയും കൂടാതെ പറഞ്ഞു തന്നു. പിന്നെ എൻ്റെ ഫോണിൽ ചാർജ് ഇല്ലെന്ന് പറഞ്ഞപ്പോൾ ചാർജ് ചെയ്യാനുള്ള ഓപ്ഷൻസും പുള്ളി തരാമെന്ന് പറഞ്ഞു. ആൻഡ് ഇതുപോലെ ഇവരിങ്ങനെ അസിസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. നമുക്കറിയാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ലൈക്ക് എ ഗൈഡ് അല്ലെങ്കിൽ ലൈക്ക് എ ഫ്രണ്ട്, അവർ നല്ല വൃത്തിയായിട്ട് നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തരും. പിന്നെ ബസ്സിലെ യാത്ര ഒരു പ്രത്യേക അനുഭവമാണ്. നിങ്ങൾ പോയി നോക്കുമ്പോഴേ അറിയത്തുള്ളൂ. മുൻപ് കുറേ തവണ കാറിലും ബൈക്കിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ബസ്സിലുള്ള യാത്ര ഒരു പുതിയ അനുഭവമായിരുന്നു. പക്ഷെ നമുക്ക് ഫ്രീ ആയിട്ട് ഇങ്ങനെ ഇറങ്ങി നടക്കാം. വളരെ പതുക്കെയാണ് ഇവർ ബസ് ഓടിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കാഴ്ചകളൊക്കെ കണ്ട് നല്ല അടിപൊളിയായിട്ട് പോകാൻ പറ്റും. വലിയ റഷോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത ബസ്സായിരുന്നു. പിന്നെ ഞാൻ നിങ്ങൾക്കിപ്പോൾ ഒരു കാര്യം കാണിച്ചു തരാവേ. പൊന്മുടിയിലെ ഏറ്റവും ഭംഗിയുള്ളൊരു പ്രദേശമെന്ന് തോന്നി എനിക്കിതാണ്. പോകുന്ന വഴിയാണ്. ഇതിൻ്റെ പേരോ കാര്യങ്ങളോ ഒന്നും ചോദിക്കാനൊന്നും എനിക്ക് സമയം കിട്ടിയില്ല. ഈ കാഴ്ച ഞാൻ കണ്ടിരുന്നു. ഈ വീഡിയോയിലൂടെ എൻ്റെ ഫോണങ്ങ് ഓഫായി പോയി കേട്ടോ. പൊന്മുടിയിൽ എത്തിയപ്പം എൻ്റെ ഫോണിൽ ചാർജിലായിരുന്നു. ഇവിടെ ആയിരുന്നു ഞങ്ങളുടെ സ്റ്റേ, പൊന്മുടിയിലെ ഗസ്റ്റ് ഹൗസ്. അതായത് KTDCയുടെ ഒരു ഹോട്ടൽ. വന്നതിൻ്റെ ക്ഷീണം ഉണ്ടായതുകൊണ്ട് നല്ലൊരു ഉറക്കം കഴിഞ്ഞു. ഞാനാണ് ഈ മോർണിംഗ് വ്യൂ ഒന്ന് കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക്. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. വളരെ ഭംഗിയുള്ളൊരു മോർണിംഗ് ആയിരുന്നു. ആൻഡ് ഇതൊക്കെ കഴിഞ്ഞ് ലോകത്തിൻ്റെ ഏത് കോണിൽ പോയാലും എവിടെ നിന്ന് വേണമെങ്കിലും ഞാൻ ചെയ്യുന്ന എൻ്റെ ജോലി എനിക്ക് ചെയ്യാൻ പറ്റും. അതാണിപ്പോൾ എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ സാറ്റിസ്ഫാക്ഷൻ. ഇത് ഡോറൊക്കെ തുറന്ന് പുറത്തിറങ്ങുമ്പോഴുള്ള വ്യൂ ആണ്. എങ്ങനെയുണ്ട് ഗൈസ്? ചാനൽ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ ഈ വ്യൂ ഒക്കെ കണ്ടുകൊണ്ട് നിന്നു. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു. വർക്ക് എന്താണെന്നുള്ള കാര്യമൊക്കെ ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞുതരാം കേട്ടോ. ഞങ്ങളുടെ ആഹാരം എന്തൊക്കെയാണെന്നുള്ള കാര്യമൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിൽ കാണാം. ഇപ്പം തൽക്കാലത്തേക്ക് ഒരു ചായ കുടിക്കാം, പിന്നെ ഒന്ന് പുറത്തേക്ക് കാണാം. ബസ് പോയി ഇനി നടന്നു പോവാം. 2 കിലോമീറ്റർ നടക്കാം. നടന്നു പോവാം. നമുക്ക് നടന്നു പോവാം. അങ്ങനെ 80 രൂപ ടിക്കറ്റും എടുത്തിട്ട് നമ്മൾ വണ്ടി വഴി നടന്നു പോവാം. അയ്യ ഓടിക്കോ ആന വരുന്നത് ഓടിക്കോ. നടന്നൊരു പരുവം ഗൈസ്. ബൈക്കിലൊക്കെ പോകുന്നവർക്ക് ഭയങ്കര സന്തോഷമുണ്ടാവും. നമ്മൾ നടന്ന് നല്ല വെയിലുണ്ട് കണ്ടോ. എന്തി സൂര്യൻ ഞാൻ എന്തിനേ നമ്മൾ ഇത്ര സന്തോഷിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലയോ, എല്ലാവർക്കും ചിലപ്പോൾ റിലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. എൻ്റെ ഈ ജോലി എന്നൊക്കെ പറഞ്ഞാൽ വീട്ടിനകത്തിരിക്കുക, അതായത് ഓൺലൈനായിട്ട് വരുന്ന കൺസൾട്ടേഷൻ എടുക്കുക, പിന്നെ അവർക്ക് ഡയറ്റ് കൊടുക്കുക, അത് ലാപ്ടോപ്പിനകത്ത് രാവിലെ തൊട്ട് ഇങ്ങനെ കുത്തിയിരിക്കുക, രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട് അവരുടെ അപ്ഡേറ്റ്സ് കറക്റ്റ് ചെയ്യുക. ഇതൊക്കെയാണ് എൻ്റെ ജോലി. അപ്പം വീട്ടിൽ നിൽക്കുമ്പം ആകെ ഉള്ളത് ജിമ്മിൽ പോകുന്നുള്ള പരിപാടി മാത്രമേ ഉള്ളൂ, അല്ലയോ?
എല്ലാത്തിനും പറഞ്ഞില്ല. അതെ അതെ പിന്നെ അല്ല ചുമ്മേട് ഇതൊക്കെ കള്ളോട്. അപ്പം അതിനിടയിൽ ഇനി വന്നിട്ട് നമ്മൾ 2 മാസത്തിനിടയ്ക്ക് ഒരിക്കലാണ് നമ്മൾ പുറത്തിറങ്ങിയത്. ബാക്കി രാവിലെ ഇത് ജിമ്മി. അതെ, എവിടെയെങ്കിലും പോകുന്ന 2-3 മാസത്തിനിടയ്ക്ക് ഒരിക്കലാണ്. അപ്പം ഞങ്ങൾക്ക് സന്തോഷം. അല്ല എന്തോ. ഇനി ഞാൻ ഒരു കാര്യം കാണിച്ചു തരാം കേട്ടോ. ഇനി ഒരു കാര്യം കാണിച്ചു തരാം. ശരിക്കും പറഞ്ഞാൽ നമ്മളെപ്പോഴെങ്കിലും ഒക്കെ ഇവിടെയൊക്കെ വരണം. നമ്മളിങ്ങനെ എപ്പോഴും ബുദ്ധിമുട്ടും പ്രാരാബ്ദവും ഒക്കെ മാത്രം പറഞ്ഞുകൊണ്ട് വീട്ടിനകത്തിരുന്നൊന്നും കാര്യമില്ല. അതെ, പിന്നെ വെക്കാതെ നിങ്ങൾ ഇപ്പം തന്നെ ഇറങ്ങൂ. അതെ, ഇപ്പം തന്നെ ഇറങ്ങും. അതെ, ഇറങ്ങും. പക്ഷേ ഇത് കൊള്ളാം. ഇതധികം ദൂരമൊന്നും ഇല്ലല്ലോ. നമുക്കിപ്പോൾ പൊന്മുടി എന്ന് പറഞ്ഞാൽ കുറച്ച് അടുത്തൊക്കെയാണ്. ഇത്ര അടുത്ത് നല്ല സ്ഥലങ്ങളുള്ളപ്പോൾ നമ്മളിതൊക്കെ എന്തിനാണ് മിസ് ചെയ്യുന്നത്? വർഷത്തിൽ 2 തവണയെങ്കിലും ഇതൊക്കെ ഒന്ന് കണ്ടിട്ട് പോകണം. ഞങ്ങളിവിടെ വെറുതെ കുത്തിയിരിക്കുന്ന കണ്ടുകൊണ്ട് ഒരു വണ്ടി വന്ന് നിർത്തി. ഇവിടെ ഒരു പ്രോഹിബിറ്റഡ് സോൺ, നിരോധിത മേഖല. ഇങ്ങോട്ട് നമ്മൾ ഇരിക്കാൻ പാടില്ല കൈസ്. ഇവിടെ ഇതൊക്കെ നിരോധിത മേഖല, ഇവിടെ ഇരിക്കാൻ പാടില്ല. വാ, നമുക്ക് നടന്നു പോവാം. നല്ല കാറ്റാ. തേങ്ങാക്കുലകൾ ആടുന്നില്ല, പക്ഷേ ഇത്രയും കാറ്റ് വീശി. നല്ല തമാശയായിരുന്നു. ഇവിടെ തേങ്ങ ഇല്ലാത്തിട്ട് ഞാൻ എന്താ ചെയ്യും? ഇതെന്ത് തരം മരമാണ് ഇതെന്ന് എനിക്കറിയില്ല. ക്രിസ്മസ് ട്രീ പോലെ ഇല്ല അത്? അത് ഇതല്ല. ക്രിസ്മസ് ട്രീ ആണോ ഈ അയ്യന്തോറും പുറന്നിരിക്കുന്നത്? ആയിരിക്കും. വേറെ മരങ്ങൾ ആയിരിക്കും. പണ്ട് ഞങ്ങളെ കൊണ്ട് ടൂർ വന്നപ്പോഴേ ബോട്ടണി ടീച്ചർ, ഹനുമോൻ ടീച്ചർ ഊട്ടിയിൽ പൈൻ ഫോറസ്റ്റിനിടെ വെച്ചിട്ട് ഇതാണ് മെയിൽ കോൺ ഫീമെയിൽ കോൺ എന്നൊക്കെ പറഞ്ഞു. പാവം ഞാൻ ആ ക്ലാസ് കേട്ടു. ഞാൻ പിന്നെ എവിടെ പോയാലും മെയിൽ കോണും ഫീമെയിൽ കോണും തപ്പും. ഇതാണെന്നാണ് എൻ്റെ ഇത്. പൈനല്ലൂടി ഇത്. പൈനാണിത്. ഇതാണ്ടേ ഇട നീ ഇത് നോക്ക്, അത് പൈൻ മരമാണ്. ഇത് പൈൻ്റെ കണ്ടോ? ആ മെയിൽ കോണും ഫീമെയിൽ കോണും ഒക്കെ ഉണ്ടോ? ഇതാണ്ട് അതിനെ കുരു നിൽക്കുന്നുണ്ടോ? അതിനാണ് കോൺ എന്ന് പറയുന്നത്. അതിൻ്റെ റീപ്രൊഡക്റ്റീവ് ഓർഗനാണത്. റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന് അതിൻ്റെ മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗനാണ് അതിൻ്റെ മെയിൽ കോൺ ഫീമെയിൽ കോൺ. നമ്മൾ പണ്ട് പഠിച്ചിട്ടുള്ളതാണ് ഈ ബോട്ടണിയിൽ. ബയോളജി സാറായി പോയതിൻ്റെ ഗുണം ഇതാണ്. ഞാൻ കാണിച്ചു തരാം. അത് അരുവിൻ്റെ കണ്ടോ? കണ്ടോ ഇതുണ്ടോ? ജാവലറിയാം. അവസാനം എന്റെ മണ്ടയ്ക്ക് എറിയണം. അത് മൊത്തം കിട്ടുമോ? മൊത്തം എടുക്കുമോ? അയ്യേ, ഇതുണ്ടോ? ജാവലറിയാം. അവസാനം എന്റെ മണ്ടയ്ക്ക് എറിയണം. അത് മൊത്തം കിട്ടുമോ? മൊത്തം എടുക്കുമോ? അയ്യേ, അങ്ങനെ അവസാനം നമ്മൾ പൊന്മുടി എക്കോ ടൂറിസത്തിൻ്റെ ഗേറ്റ്. നമുക്ക് അകത്തോട്ടങ്ങ് പോവാം. ഈ മലയുടെ മണ്ടയിലൊക്കെ ആളിരിപ്പുണ്ട്. അതുകൊണ്ട് ആൾക്കാർ കയറി പോകുന്നുണ്ട്. കയറാം. നമുക്ക് ആദ്യം ഇതുവഴി നടന്നിട്ട് കുറച്ച് കഴിഞ്ഞ് ഒന്ന് കയറാം. കൊള്ളാമല്ലോ. ഇവിടെ 50 ബിഷപ്പ്. 50 ബിഷപ്പ്. 50 ബിഷപ്പ്. അയ്യോ, കമോൺ. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19
20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30, 31, 32, 33, 34, 35, 36, 37, 38, 39, 40, 41, 42, 41, 44, 45, 46, 47, 48, 49, 50. എങ്ങനെയുണ്ടോ? ഇതുണ്ടോ മണ്ണിൽ നമ്മൾ അടിച്ചത് വെറും പുഷപ്പ് അല്ല, നക്കിൾ പുഷപ്പ്. അയ്യോ, ഹൈ ആൾട്ടിറ്റ്യൂഡ് പുഷപ്പ്. സ്റ്റേ ഹൈഡ്രേറ്റഡ് ആൾവേസ്. അങ്ങോട്ട് പോയപ്പം കറുത്ത ഷർട്ടും തിരിച്ചു പോയപ്പോൾ വെള്ളം വീണി. അപ്പം സബ്സ്ക്രൈബേഴ്സിനൊക്കെ സംശയം തോന്നുന്നത് എന്തോ ചെയ്യും. ഇല്ല കേട്ടോ, ഈ എൻ്റെ കയ്യിലുണ്ട്. ഞാനിത് ഭയങ്കര മഴ അല്ല, മഴയല്ല, മഴ അതല്ല, ഇത് എന്തുവായിരുന്നു, അങ്ങോട്ട് പോയപ്പോൾ മഴ പെയ്യും അല്ല അത് തന്നെ, മഴ പെയ്യും എന്നുള്ളത് കൂടിയാണ് നമ്മൾ ഇതൊക്കെ എടുത്തിട്ടുണ്ട് വന്നത്. ഇപ്പം മൊത്തം വെയിലായി, ഇപ്പം ചൂട് കാരണം സഹിക്കാൻ വയ്യ. അതെ 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 അതെ. എന്താ തിന്നെ? പ്രോട്ടീൻ ബാർ, ഹെൽത്തി ട്രിപ്പ്. അതെല്ലാവരും ഇതുപോലെ ട്രാവലൊക്കെ ചെയ്യുമ്പോഴും ഹെൽത്തൊക്കെ ചാൻസ് ആണ്. ഇപ്പം വെറുതെ നിങ്ങൾ ഈ വെറുതെ വഴി കൂടെ പോകുമ്പം ഉഴുന്നോടെയും ചായ ഇങ്ങനെ മാത്രം മേടിച്ച് കഴിക്കാതെ 60 രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഒന്നുകിൽ കപ്പലിൻ്റെ മേടിക്കാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത്തപ്പഴം മേടിക്കാം, അതല്ലെങ്കിൽ ഞാനിപ്പം ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള പർച്ചേസ് ആയതുകൊണ്ടും ക്യാരി ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. നമുക്ക് ഈ പഴമൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് ക്യാരി ചെയ്യാൻ പാടല്ലേ. അപ്പം ഞാനൊരു മറ്റേ 50 രൂപ എടുത്ത് ഒരു 3 പ്രോട്ടീൻ ബാർ മേടിച്ച് വെച്ചിരുന്നു. പിന്നെ എൻ്റെ കയ്യിൽ വേ പ്രോട്ടീൻ ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് വരും. അതാകുമ്പോൾ ഈസിയാണ് സംഭവം, നമുക്ക് ക്യാരി ചെയ്യാനും എളുപ്പമാണ്. പിന്നെ നമ്മുടെ ഡെയിലി പ്രോട്ടീൻ റിക്വയർമെൻറ്റ് ഓർത്ത് നമുക്ക് ഇത് ടെൻഷൻ വേണ്ട. പിന്നെ വർക്കൗട്ടിന് ഇതുപോലെ നേരത്തെ കാണിച്ച പോലുള്ള കുൽസിത പ്രവർത്തികളൊക്കെ കാണിച്ചാൽ മതി. സോറി, ഞാൻ കുൽസിത എന്ന് പറഞ്ഞാൽ പുഷപ്പ് അടിച്ചതിനെ പറ്റി പറഞ്ഞതാണ്. അതെ, ഞങ്ങൾ ഇറങ്ങിയപ്പോഴത്തേക്ക് ബസ് പോയി. കുഴപ്പമില്ല, ഇനിയിപ്പം താഴെ വീണ്ടും നടക്കണം. അല്ല, ഇപ്പോൾ ഒന്നും ചെയ്യില്ല, നടക്കുക. അത് തന്നെ മെയിൻ. ഇങ്ങോട്ട് നടക്കണമെന്ന് എൻ്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പം അങ്ങോട്ട് നടന്നു, ഇങ്ങോട്ട് നടന്നു. ഈ 1400 സബ്സ്ക്രൈബർ എന്ന് പറഞ്ഞാൽ കുറഞ്ഞ സബ്സ്ക്രൈബർ അല്ല. പറഞ്ഞു കൊടുക്കും, ബാക്കി പറഞ്ഞു കൊടുക്കും. നമ്മുടെ മുന്നിൽ ഇപ്പോൾ 1400 പേര് വന്ന് നിൽക്കുവാണെങ്കിൽ അത് വലിയൊരു, അതെ, വലിയൊരു ജനക്കൂട്ടമാണ്. അപ്പം ഞങ്ങൾ സംസാരിക്കുന്ന ഈ ഞങ്ങളുടെ സബ്സ്ക്രൈബർ ആയിട്ടുള്ളവരോട് മാത്രമല്ല, അല്ലാത്തവരോടും കൂടിയാണ്. അപ്പം ശരിക്കും ഈ 1.4K എന്ന് പറഞ്ഞാൽ നമ്മൾ വലിയ ഇൻഫ്ലുവൻസേഴ്സിനെ, വലിയ യൂട്യൂബേഴ്സിനെ കണ്ടിട്ട് എന്ന് പറയുന്നതിനേക്കാളും നല്ലത് ഇതല്ലേ? അതെ 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 അതെ. ഈ നമ്മളെവിടെങ്കിലും യാത്ര പോകുന്നു എന്നൊക്കെ പറഞ്ഞാൽ, എൻ്റെ നാട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ ചിലരുണ്ട്, അവർ ഭയങ്കര തെറ്റാണ് അതൊക്കെ. നമ്മൾ ഇപ്പോൾ സന്തോഷ് ജോർജ് ഇവിടെ നേരെ പറഞ്ഞ പോലെ, നമ്മൾ രാവിലെ തൊട്ട് വൈകിട്ട് ഒരു പണിയെടുത്തിട്ട് നമ്മൾ എവിടെയെങ്കിലും ഒന്ന് അടിച്ചു പൊളിക്കാൻ പോയാൽ അത് തെറ്റാണ്. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പേര് നമ്മുടെ നാട്ടിലുണ്ട്. അത് ആ ഒരു ചിന്താഗതിയൊക്കെ മാറണം. നമ്മളെന്തെങ്കിലും ഇങ്ങനെ ചെറിയ ട്രിപ്പുകളൊക്കെ പോകണം, ചെറുതായിട്ട്. വലിയ സ്ഥലങ്ങളിൽ നിങ്ങൾ കാശ്മീരിലോ അങ്ങനെ അവിടെ നിന്നും തുടക്കത്തിലേ പോകണം എന്നല്ല പറഞ്ഞത്. ആദ്യം നമ്മൾ ചെറിയ സ്ഥലം, നമ്മുടെ ചുറ്റുമുള്ള ലോകം ആദ്യം കണ്ടു തീർത്തിട്ട് വേണം നമ്മൾ പുറത്തിറങ്ങാൻ. അല്ലെങ്കിൽ നമ്മൾ വെറും പൊട്ടക്കണക്കിൽ കിടക്കുന്ന തവളയായി പോകും. എന്തുവരെ നമുക്ക് പറയാനുള്ളത് എല്ലാം നമ്മൾ ഇതിനകത്തൂടെ വിളിച്ചു പറയണം. നമുക്ക് പറയാനുള്ള എല്ലാം നമ്മൾ ഇതിനകത്തോടെ വിളിച്ചു പറയണം. അതെ, വിളിച്ചു പറയുന്നതല്ല, നമ്മൾ ഈ ക്യാമറയിലൂടെ നമ്മൾ എല്ലാവരോടും പറയണം. അതായത് സംഭവം എന്ത് പറഞ്ഞാൽ ഞാൻ പറയാൻ വന്നേ, അതായത് നമ്മൾ ഫിസിക്കലി ഭയങ്കര ഫിറ്റാണ്, നമ്മൾ എന്നും ജിമ്മിൽ പോകുന്നുണ്ട്, എന്നും അല്ലെങ്കിൽ ഓടാൻ പോകുന്നുണ്ട്, എക്സസൈസ് ചെയ്യുന്നുണ്ട്, ഇത് കഴിഞ്ഞാൽ ഇതൊന്നും, അല്ലെങ്കിൽ നമ്മൾ ഡയറ്റ് ചെയ്യുന്നുണ്ട്, നമ്മളെല്ലാം പെർഫെക്റ്റ് ആണ് എന്നൊക്കെ വിചാരിക്കും. ശരിക്കും പറഞ്ഞാൽ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ ഈ മെൻ്റൽ ആൻഡ് സോഷ്യൽ വെൽബീയിങ്, അതും കൂടെ അതിനകത്തുണ്ട്. അപ്പോൾ നമ്മൾ അതും കൂടെ ചിന്തിച്ച് വേണം എപ്പോഴും നമ്മളെ കാര്യങ്ങളൊക്കെ മുമ്പോട്ടുണ്ട്. നമ്മൾ ജോലി ചെയ്യുന്നു. അതെ, അതും അതിൻ്റെ ശരിയാ. അതെ 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 അതെ. എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ അത് പറയാൻ സമ്മതിക്കത്തില്ല. അതെ 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 അതെ. ഉണ്ടോ ഇവരിത് പ്ലാസ്റ്റിക് ഇവിടെ ഈ നാട്ടുകാരൊക്കെ കൊണ്ടിട്ട് വന്ന പ്ലാസ്റ്റിക് വേസ്റ്റ് മൊത്തവും പറക്കണം. കഷ്ടം. ഈ തോട്ടിയിൽ നമ്മൾ നേരത്തെ എടുത്ത് എറിഞ്ഞത് ഉണ്ട്.
ശരി ഗൈസ്, ഈ തോട്ടിയാണ് ഞാൻ നേരത്തെ ചെയ്തത്. ആരും ഞാൻ ഈ തോട്ടിയാണ് നമ്മൾ നേരത്തെ എടുത്ത് താഴോട്ടെറിഞ്ഞത്. ഇവൻ ഈ തൊട്ടി ആ തോട്ടി എറിഞ്ഞു. അയ്യോ, നമുക്ക് ആ തോട്ടി ഇങ്ങനത്തെ തിരിച്ചു കൊണ്ടിടാം. വാ, നമ്മളത് എറിഞ്ഞ് കളഞ്ഞത് അവിടുത്തെ ഉണ്ടെങ്കിൽ നമ്മളതെടുത്ത് തിരിച്ചു കൊണ്ടിടും, ഉറപ്പായിട്ട് വിടും. കാരണം ഇത് അറിയത്തില്ല. ഞാൻ വിചാരിച്ചത് വേറെ ചുമ്മാ വഴിയിലും കണ്ട് കിടക്കുന്ന ഒരു കമ്പാണെന്ന് വിചാരിച്ചാണ് എടുത്തെറിഞ്ഞത്. ഇത് ഇവിടുന്ന് എറിഞ്ഞു. തോണ്ട ആ തോട്ടി തോണ്ടതാ. ഞാൻ എടുത്തോണ്ടിടാം. പിടി. നമ്മൾ തിരിച്ചുകൊണ്ടിടും കേട്ടോ. നമ്മളൊരു തരത്തിലും ആർക്കും ബുദ്ധിമുട്ടുണ്ടാക്കരുത്. നമ്മൾ വ്ളോഗിങ് ചെയ്യുന്നെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പൊ നീ ഇത്രയും നേരം നമ്മൾ അങ്ങോട്ട് പോയപ്പോഴത്തേക്ക് ബുദ്ധിമുട്ട് എല്ലാവർക്കും ഉണ്ടായല്ലോ. ഞങ്ങൾ നടന്ന് കണ്ടിട്ടില്ലായിരുന്നു ഇതുവരെ. ആദ്യമായിട്ടാണ്. നമ്മൾ ബൈക്കിലൊക്കെ വരുന്നതാ. ഇതുവരെ നടന്ന് കണ്ടിട്ടില്ല. ഞങ്ങൾക്കിനി പോകാനുള്ള സമയം. നമ്മൾ ബസ്സിലല്ലേ വന്നു, അപ്പോൾ ഇനി ബസ് ടൈം നോക്കി വേണം പോകാൻ. ബസ് അവിടെ കിടപ്പുണ്ട്. 12:30 കഴിയുമ്പോഴത്തേക്ക് ബസ് എടുക്കും. ഇപ്പോൾ സമയം ഏകദേശം 12:30 എങ്ങാണ്ടായി. 12:15 എങ്ങാണ്ടായി. അപ്പോൾ ഇനി യാത്ര തിരിച്ച്. ഇതാണ് ഞങ്ങൾക്ക് പോകാനുള്ള ആനവണ്ടി. ഈ റെസ്റ്റോറൻറ്റിൽ നിന്ന് ചെറുതായിട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. ബിക്കോസ് കുറച്ച് നേരം യാത്ര ചെയ്യേണ്ടതല്ലേ. അതുകൊണ്ട് ഇവിടെ ആകെ ഉണ്ടായിരുന്നത് ഈ ഊണ് മാത്രമാണ്. ഒരു തവണ മീൻ മേടിച്ചു. ഞാൻ ഒരു തവണ കൂടി മേടിച്ചു ഗൈസ്. കാരണം നമുക്ക് പ്രോട്ടീനാണല്ലോ മുഖ്യം. എന്നാൽ പിന്നെ ബൈ ഗൈസ്, ടാറ്റ, സീ യു ഇൻ ദ നെക്സ്റ്റ് വ്ളോഗ്.